ദൈവത്തിന് മഹത്വം. യെശയ്യാവ് 45:2-3 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഹണ്ടിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ. ആമേൻ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. പ്രിയ ദൈവമക്കളെ, ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിന്നെ പേർ ചൊല്ലി വിളിച്ചൊരു ദൈവമുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. ഇന്നത്തെ പ്രതികൂലങ്ങൾ മാറും, കഷ്ടതകൾ മാറും. നിനക്ക് വേണ്ടി സകലതും ഒരുക്കുന്ന യേശു കർത്താവിനെയാണ് നീ ആരാധിക്കുന്നത്. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ സംഭവിച്ചൊരു വ്യക്തിയായിരിക്കാം. എന്നാൽ നാളെയുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം നിന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത് നിന്റെ പേരുള്ള ദൈവിക പ്രവചനങ്ങളുടെ നിവർത്തീകരണം കാണുവാനാണ്. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞൊരു യേശു കർത്താവുണ്ട്. വചനം ഇപ്രകാരം പറയുന്നു: നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ഈ ദിവസങ്ങളിൽ നീ കടന്നു പോകുന്ന ഈ ചില വിഷയങ്ങൾ, ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും നീ വീണു പോകാതിരിക്കുവാൻ നീ അറിയാതെ ഒരു അദൃശ്യകരം നിന്നോടൊപ്പമുണ്ട്. സ്വർഗീയ ദൂതന്മാരെ നിനക്ക് വേണ്ടി അയച്ച് നിന്നെ കാത്തു പരിപാലിക്കുന്ന ആ നല്ലൊരു യേശു കർത്താവ് നിന്റെ കൂടെയുള്ളപ്പോൾ ഇന്നത്തെ നിന്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധിയുടെ മധ്യയിൽ നിനക്ക് വേണ്ടി വഴികളെ തുറന്ന് നിന്റെ മുന്നിലെ തടസ്സങ്ങളെയെല്ലാം മാറ്റി നിനക്ക് വേണ്ടി വലിയൊരു അത്ഭുതത്തെ ചെയ്യുന്നൊരു യേശു കർത്താവ് എന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവാത്മാവിനാൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ: നീ ഒരു അത്ഭുതം കാണുവാൻ പോകുന്നു. നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവത്തിൻ്റെ കരം നിന്റെ കൂടെയുണ്ട്. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നീ അനുഗ്രഹിക്കപ്പെടും. നിന്നാൽ പലരും അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നു. അസാധ്യമെന്ന് പറയുന്ന മേഖലകളിൽ സാധ്യതകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ പോകുന്നു. കഴിഞ്ഞ നാളുകളിൽ നീ പ്രാർത്ഥിച്ചു മറന്നുപോയ വിഷയങ്ങളുടെ മേൽ പോലും ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കുവാൻ പോകുന്നു. ഇന്നലകളിൽ നിന്നെ നടത്തിയ ദൈവം ഈ ദിവസങ്ങളിൽ വീണ്ടും അധികമധികമായി നിന്നെ നടത്തുവാൻ പോകുന്നു. ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും സമുദ്രത്തിനടിയിലെ ഗുപ്തനിധികളെയും നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കുവാൻ പോകുന്നു. നീ തകർന്നു പോകുവാനല്ല സ്വർഗത്തിലെ ദൈവം നിന്നെ വിളിച്ചത്. ജീവിച്ചിരുന്ന യഹോവയുടെ നന്മകൾ ആസ്വദിച്ച്, യഹോവയിൽ തന്നെ ആശ്രയിച്ച്, യഹോവയുടെ നല്ല സാക്ഷിയാകുവാൻ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിക്കുവാൻ, ജീവിച്ചിരുന്ന് അവൻ്റെ നന്മകളെ വർണ്ണിക്കുവാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നിന്റെ തകർച്ചയിൽ, താഴ്ചയിൽ നിന്റെ കൂടെയുണ്ടായിരുന്നവർ, കൂട്ടുകാർ സഹിതം നിന്നെ തള്ളിക്കളഞ്ഞ് നിന്നെ ഒറ്റയ്ക്കാക്കി മാറിപ്പോയെങ്കിലും നിന്നെ കരുതുന്ന, നിന്നെ സ്നേഹിക്കുന്നൊരു യേശു കർത്താവ് നിന്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്ന നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആ ആലയത്തിൽ വസിക്കുവാൻ ദൈവത്തോടൊപ്പം ഒരു ക്രിസ്തീയ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നീ ഇന്ന് പകൽക്കാലം നിന്നെ സമർപ്പിക്കാമോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിന്നെ സ്നേഹിക്കുന്ന യേശു കർത്താവുണ്ട്. നിന്നെ കരുതുന്ന യേശു കർത്താവുണ്ട്. നിന്നെ മാനിക്കുന്ന യേശു കർത്താവുണ്ട്. നിന്റെ ചരിത്രത്തെ പോലും മാറ്റി എഴുതി കഴിഞ്ഞുപോയ സംവത്സരങ്ങൾ പലതും നിനക്ക് നഷ്ടമായെങ്കിൽ വചനം പറയുന്നു: നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങൾ ഞാൻ നിനക്ക് മടക്കിത്തരും. കർത്താവ് നിനക്ക് വേണ്ടി വാതിലുകളെ തുറക്കുവാൻ പോകുന്നു. വിശ്വസിക്കുക. നിന്റെ മുന്നിലുള്ള ഇരുമ്പോടാമ്പലുകളെ തകർത്ത് നിനക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്ത് ഒരു സ്വർഗീയ വാതിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ഇന്നത്തെ പ്രതികൂലത്തിലും പ്രതിസന്ധികളിലും നീ പതറാതെ ക്രിസ്തുവിൽ നീ ഉറച്ചു നിൽക്കാമെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ചില വൻ നന്മകളെ, അനുഗ്രഹങ്ങളെ തുറക്കുവാൻ പോകും. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനയോടെ ബ്രദർ റിനു ബേത്ലഹേമിൽ.